ഇന്ന് തിരുവോണമായതുകൊണ്ട് ആള് സുന്ദരിയായി എല്ലാവരെയും കാണിക്കാൻ വന്നതാണ്. ആദ്യം അവളുടെ പെറ്റായ വല്യച്ഛനെ തന്നെ ആൾക്ക് കാണിക്കണം. അതിനൊരുങ്ങിയ ഉടനെ മുറിയിൽ നിന്നും ഓടി വന്നതാണ് ശ്രീനി. അവളുടെ വരവ് കണ്ട് ആദിയോടെ നെഞ്ചിൽ കൈവച്ചു. അപ്പോഴേക്കും ആ ഗുണ്ടുമണി അരികിലെത്തിയിരുന്നു. അവൾ ശ്രീനിയുടെ മടിയിലേക്ക് വലിഞ്ഞു കയറി. അവൻ അവളെ ഒരു കൈ കൊണ്ട് താങ്ങി മടിയിൽ നേരെ ഇരുത്തി. അവൻ്റെ ഇടത് കൈക്ക് ചലനമില്ല. അതുകൊണ്ടാണ് ഒരു കൈ കൊണ്ട് കുഞ്ഞിനെ പിടിച്ചത്. ആളത് ശീലമായതുപോലെ അവൻ്റെ മടിയിൽ ഒന്നുകൂടി നേരെയിരുന്നു. അവന് അഭിമുഖമായി തിരിഞ്ഞിരുന്നു. വലിച്ച ഇത് നോക്കിയേ. അവൾ പൂവിലും പട്ടുപാവാടയിലും ഒക്കെ തൊട്ടുകൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. ആഹാ, വല്ലിച്ചൻ്റെ തുമ്പിമോള് സുന്ദരിയായിട്ടുണ്ടല്ലോ, ആരോ ഒരുക്കി തന്നത്? അവൻ അവളുടെ സംസാരത്തിൻ്റെ അതുപോലെ തന്നെ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. അമ്മയാ. കൊഞ്ചിക്കൊണ്ടുള്ള അവളുടെ മറുപടി. ആണോ, സുന്ദരിയായിട്ടുണ്ട് വല്ലിച്ചൻ്റെ തുമ്പിമോള്. അവൻ പറഞ്ഞുകൊണ്ട് തുമ്പിയുടെ ഉണ്ടക്കവളിൽ ചുംബിച്ചു. ഇനി ഞാൻ തരാവേ. പറയുന്നതിനൊപ്പം ശ്രീനിയുടെ കവളിൽ കുഞ്ഞും ചുംബിച്ചിരുന്നു. പറയുന്നത് മനസ്സിലാകില്ലെങ്കിലും ആളുടെ കൊഞ്ചിക്കൊണ്ടുള്ള സംസാരം വലിയ ഇഷ്ടമാണ്. അച്ഛാ. ശ്രീനിയെ വിളിച്ചുകൊണ്ട് ശ്രീനിയുടെ മക്കളായ കുഞ്ഞാറ്റയും കിങ്ങിണിയും അവിടേക്ക് വന്ന് അവരുടെ പട്ടുപാവാട പിടിച്ചുകൊണ്ട് തിരിഞ്ഞ് അതിൻ്റെ ചന്തം അവനെ കാണിച്ചു. അത് കണ്ട് തുമ്പിമോൾ കൈകൊട്ടി ചിരിക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട് മക്കളെ, വാ അച്ഛൻ്റെ അടുത്തേക്ക് വാ. അവൻ അവരെ അരികിലേക്ക് വിളിച്ച് ഓരോ മുത്തം അവർക്കും കൊടുത്തു. അപ്പോഴേക്കും അകത്തുനിന്ന് ഒരുങ്ങിക്കൊണ്ട് ശ്രീയും ലച്ചുവും അച്ചുവും അമ്മയും അച്ഛനും എല്ലാവരും പുറത്തേക്ക് വന്നു. അവരെ കണ്ടപ്പോൾ തുമ്പിമോൾ വേഗം ഇറങ്ങി അവളുടെ മുത്തശ്ശൻ അരികിലേക്ക് ഓടി. ആഹാ, മുത്തശ്ശൻ്റെ മക്കളെല്ലാം സുന്ദരികളായിട്ടുണ്ടല്ലോ. അയാൾ പേരക്കുട്ടികളെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവരെല്ലാം ആ കാഴ്ച പുഞ്ചിരിയോടെ നോക്കി നിന്നു. വാ ചേച്ചി, ഇങ്ങനെ നിന്നാലേ പൂക്കൾ ഒരുക്കാൻ നേരം വൈകും. ലച്ചു അച്ചുവിൻ്റെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. ബാക്കിയുള്ളവർ പിറകെയും. ശ്രീനിയുടെ വീൽ ചെയർ ഉന്തിക്കൊണ്ട് അവർക്ക് പിന്നിൽ നടന്നു. ലച്ചുവും അച്ചുവും പൂക്കളമെല്ലാം വരച്ചു. പൂ അരിയാനായിരുന്നു. കുട്ടിപ്പട്ടാളങ്ങളുമുണ്ട് കൂടെ. കുഞ്ഞാറ്റയും കിങ്ങിണിയും നേരെയാണ് ചെയ്തതെങ്കിൽ അവർ അരിഞ്ഞിടുന്നതെല്ലാം വാരിക്കളയുകയാണ് തുമ്പി. അതിനനുസരിച്ച് ലച്ചു കയ്യിൽ നിന്ന് പതിയെ അവളുടെ കയ്യിലേക്ക് ഓരോ അടിയും വീഴുന്നുണ്ട്. അതിന് ചിണുങ്ങിക്കൊണ്ട് മുത്തശ്ശിയുടെ അടുത്ത് പരാതിയുമായി ചെല്ലുമെങ്കിലും കക്ഷി വീണ്ടും അതുതന്നെ ചെയ്തുകൊണ്ടിരുന്നു. ശ്രീ അവരുടെ പ്രവൃത്തികളെല്ലാം ഒരു ചെറുചിരിയോടെ നോക്കി നിന്നു. അവൻ ആലോചിക്കുകയായിരുന്നു ഈ 2 വർഷത്തിനുള്ളിൽ തൻ്റെ ജീവിതത്തിൽ നടന്ന മാറ്റങ്ങൾ. ശ്രീനിയെ ഡിസ്ചാർജ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴേക്കും വീട്ടിലവൻ പണം കൊടുക്കാനുള്ള ആളുകളുടെ തിരക്കായിരുന്നു. അവരോടൊക്കെ ഒരവധി പറഞ്ഞ് ശ്രീ അവൻ്റെ സൂപ്പർ മാർക്കറ്റ് പണയപ്പെടുത്തി അവൻ്റെ ചേട്ടൻ്റെ കടങ്ങൾ വീട്ടി. അതിനിടയിൽ ഗംഗയുടെയും ഹരിയുടെയും വിവാഹം, ലച്ചുവിൻ്റെ പ്രസവം, തുമ്പിയുടെ ആദ്യത്തെ പിറന്നാൾ, അങ്ങനെ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞുപോയി. എല്ലാം ഭംഗിയായി നടന്നിട്ടുണ്ട്. ലച്ചു ജോലിയിൽ റീജോയിൻ ചെയ്തു. ശ്രീയുടെ സൂപ്പർ മാർക്കറ്റ് 1 നിന്ന് 2 അതും ഇവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ. അച്ഛനും അമ്മയുമാണെങ്കിൽ ഇപ്പോൾ പച്ചക്കറി കൃഷിയുമായി എപ്പോഴും തിരക്കാണ്. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം അച്ചുവിൽ വന്ന മാറ്റങ്ങളാണ്. ആളിപ്പോൾ പഴയ പോലെയല്ല. സ്വഭാവത്തിലും പ്രവൃത്തിയിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലച്ചു ബാങ്കിൽ പോകുമ്പോൾ തുമ്പിയെ നോക്കുന്നതും എന്തിന് ലച്ചുവിനുള്ള ടിഫിൻ വരെ ആക്കുന്നത് അച്ചുവാണ്. വേണ്ടെന്ന് പറഞ്ഞാലും ആള് കേൾക്കില്ല. ഇങ്ങനെ ആളുടെ സ്വഭാവത്തിൽ മാറ്റം വരാൻ ശ്രീനിക്ക് ഒരു വീഴ്ച സംഭവിക്കേണ്ടി വന്നെന്ന് മാത്രം. ശ്രീനിയേട്ടൻ്റെ ഈ അവസ്ഥയൊഴിച്ചാൽ ഇപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പോൾ ശ്രീനിയുടെ വീട്ടിലാണ് എല്ലാവരും. അവരുടെ പഴയ വീട് പൊളിച്ച് പുതിയ വീടിനുള്ള പണിയാണ്. ശ്രീ എല്ലാം ചിരിയോടെ ഓർത്തപ്പോഴേക്കും അവിടെ പൂക്കളം ഒരുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും കളിചിരികളുമായി ഉമ്മറത്തെ തിണ്ണയിലിരുന്നു. ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തിരിക്കുകയാണ്. അത് അച്ഛൻ്റെ പണിയാണ്. ഇന്ന് പെണ്ണുങ്ങളാരും അടുക്കളയിൽ കയറേണ്ട എന്നുള്ളത്. എല്ലാവരും സംസാരിക്കുന്നതിനിടയിൽ ലച്ചു ഒളികണ്ണിട്ട് ശ്രീയെ നോക്കി. എവിടെ, ആൾ നോക്കുന്നു പോലുമില്ല. തുമ്പിയെ കൊഞ്ചിക്കുന്ന തിരക്കിലാണ്. അല്ലെങ്കിലും മോളെ കിട്ടിയ പിന്നെ അങ്ങർക്ക് ബാക്കിയുള്ളവരൊന്നും വേണ്ടല്ലോ. കുശുപ്പ് കൊണ്ട് അവളുടെ ചുണ്ടുകൾ കോർത്തു. അത് ശ്രീ പെട്ടെന്ന് തന്നെ കാണുകയും ചെയ്തു. അവൻ ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ട് ആരും കാണാതെ അവൾക്ക് തിരികെ ഒരു മുത്തം കൊടുക്കും പോലെ കാണിച്ചു. തൻ്റെ കുറുമ്പി കണ്ടാൽ കഴിഞ്ഞു. അതായിരുന്നു അവൻ്റെ മനസ്സ്. ആരൊക്കെ മാറിയാലും ശ്രീയേട്ടന് മാത്രം ഒരു മാറ്റവുമില്ല. ഇപ്പോഴും ആള് റൊമാൻറ്റിക്കും. തക്കം കിട്ടിയാൽ ലച്ചുവിനെ പിടിച്ച് ചുംബിക്കുകയും ചെയ്യും. പക്ഷേ അതൊക്കെ നമ്മുടെ കാന്താരി തുമ്പി കൃത്യമായി കാണുകയും ചെയ്യും. തങ്ങളുടെ ജീവിതത്തിൽ തുമ്പിയുടെ ജനനത്തോടെ കാര്യമായ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചു.
ശ്രീയുടെ ചെറിയ കടയിൽ നിന്നും ഇപ്പോൾ അത്യാവശ്യം വലിയ 2 സൂപ്പർ മാർക്കറ്റായി വളർന്നതും പുതിയ വീട് പണിയും അങ്ങനെയെല്ലാം. ഇപ്പോൾ ഗംഗയുടെ വീട്ടിൽ ആരുമില്ല. അമ്മാവനും അമ്മായിയും അവളുടെ കൂടെ ഹരിയുടെ വീട്ടിലാണ്. ഹരിയുടെ നിർബന്ധമാണിത്. ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഗംഗയ്ക്ക് ഇപ്പോൾ വയറ്റിൽ 7ാം മാസമാണ്. അവരുടെ ഒരു കുറുമ്പിക്കോ കുറുമ്പനോ ആയുള്ള കാത്തിരിപ്പിലാണ് 2 പേരും. ലച്ചുവിൻ്റെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ലയയുടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളാണ് തകൃതിയായി നടക്കുന്നത്. അവളുടെ കോളേജിലെ മാഷാണ്. 2 പേരും പ്രണയത്തിലായിരുന്നു. അപ്പോൾ അവളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എന്ന് കരുതി. അടുത്ത മാസമാണ് കല്യാണം. പിന്നെ അമ്മ ഇടയ്ക്കിടെ വിളിക്കുമ്പോൾ പറയുന്ന കാര്യമായിരുന്നു ശരത്തേട്ടൻ്റെ അഞ്ജുവും അപ്പച്ചിയും തമ്മിലുള്ള വഴക്ക്. പക്ഷേ ഇപ്പോൾ അപ്പച്ചി നന്നായിട്ടുണ്ട്. അതിന് കാരണം ശരത്തേട്ടൻ്റെയും അഞ്ജുവിൻ്റെയും കുട്ടികളായ 1.5 വയസ്സുള്ള ആദവും യാദവുമാണ്. ഇരട്ടകളാണ്. അപ്പച്ചി ഇപ്പോൾ പേരക്കുട്ടികളുടെ പിറകെയായത് കാരണം ഇപ്പോൾ അഞ്ജുവിനെ ചീത്ത പറയാനൊന്നും വാ തുറക്കാറില്ല. അതിന് സമയമില്ലെന്ന് വേണം പറയാൻ. ശരത്തും അഞ്ജുവും രാവിലെ ഓഫീസിൽ പോവും. അപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കുന്നത് അപ്പച്ചിയും സഹായത്തിന് നിൽക്കുന്ന ചേച്ചിയുമാണ്. പകല് മുഴുവൻ അവരുടെ കൂടെ നടക്കുന്നത് കൊണ്ട് രാത്രി കുട്ടികൾ ഉറങ്ങുന്നതിന് മുൻപ് അപ്പച്ചി ഉറക്കം പിടിക്കും. ശരത്തിനോട് അപ്പച്ചിയുടെ ഈ അവസ്ഥ കണ്ട് ഇടയ്ക്കിടെ പറയും, ദൈവം നിങ്ങളുടെ അമ്മയുടെ സ്വഭാവത്തിന് കണ്ടറിഞ്ഞു കൊടുത്തതാണ് ഇരട്ട കുഞ്ഞുങ്ങളെ എന്ന്. അതേറെക്കുറെ ശരിയായതുകൊണ്ട് ശരത്ത് ഒന്നും മിണ്ടാറില്ല. ഇതൊക്കെയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ നടന്ന മാറ്റങ്ങൾ. സദ്യയൊക്കെ കഴിക്ക് സാരി മാറിയുടുക്കാൻ കയറിയതാണ് ലച്ചു. മുറിയിലെ ബാത്റൂമിൽ സ്ത്രീയുള്ളത് ലച്ചുവും ശ്രദ്ധിച്ചില്ല. വാതിലടച്ച് കുറ്റിയിട്ട് സാരിയുടെ പിന്ന് തോളിൽ നിന്ന് അടർത്തി മാറ്റിയപ്പോഴേക്കും 2 കൈകൾ അവളെ പിന്നിലൂടെ പുണർന്നിരുന്നു. അവൻ്റെ കയ്യിലെ തണുപ്പ് അവളുടെ സാരിക്കിടയിലൂടെ നഗ്നമായ ഇടുപ്പിൽ തട്ടിയപ്പോൾ അവളൊന്ന് കുളിർന്ന് അവൻ്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു. അവൻ അവളുടെ ആ പിടിക്കൽ ആസ്വദിച്ചതുപോലെ അവളുടെ കാതിൽ പതിയെ ഒന്ന് കടിച്ചു. അവളൊന്ന് കുറുകിക്കൊണ്ട് തിരിഞ്ഞ് അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. ലച്ചൂട്ടിന്ന് സുന്ദരിയായിട്ടുണ്ട്, അവൻ കാതിൽ മർമ്മരമായി മൊഴിഞ്ഞു. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് പ്രണയത്തോടെ നോക്കി. അവളും കണ്ണുകൾ പിൻവലിക്കാതെ അവനെ തന്നെ നോക്കി നിന്നു. അവൻ്റെ മിഴികൾ അവളുടെ അധരത്തിൽ ചെന്നു നിന്നു. അവൻ പതിയെ അവൻ്റെ മുഖം താഴ്ത്തി അവളുടെ അധരം അവൻ്റേതുമായി കോർക്കാൻ ഒരുങ്ങവേ അച്ഛേ അമ്മേ 2 പേരെയും വിളിച്ചുകൊണ്ട് വാതിലിൽ കൊട്ടിയുള്ള തുമ്പിയുടെ ശബ്ദം അവരെ തേടിയെത്തി. ഈ കോന്താരി ഒന്നിനും സമ്മതിക്കില്ലല്ലോ എൻ്റെ ദൈവമേ, അവൻ പറഞ്ഞുകൊണ്ട് മുഖമുയർത്തി. ലച്ചു ചിരി കടിച്ചു പിടിച്ച് നിൽക്കുന്നു. അവൻ വാതിൽ തുറന്നപ്പോൾ മുന്നിൽ പല്ല് മുഴുവൻ കാണിച്ച് ചിരിയോടെ നിൽക്കുന്ന കുറുമ്പിയെ വാരിയെടുത്തു. അച്ഛനെയും അമ്മയും വെറുതെ വിടുന്നത് കേട്ടോടി, അവൻ കുഞ്ഞിനോട് കെറിവിക്കും പോലെ പറഞ്ഞു. നീ എല്ലടി കുറുമ്പി മുത്തശ്ശിയുടെ അടുത്തുണ്ടായിരുന്നത്? എനിക്ക് ഉറക്കം വരുന്നു അച്ഛേ. അമ്മേ പാപ്പം, അവൾ കൊഞ്ചിക്കൊണ്ട് ശ്രീയോട് പറഞ്ഞ് ലച്ചുവിൻ്റെ കയ്യിലേക്ക് ചാടി തോളിലേക്ക് ചാഞ്ഞു. ലച്ചു ചിരിയോടെ അവളെയും കൊണ്ട് കട്ടിലിൽ കടന്നു. ബ്ലൗസിൻ്റെ ഹുക്കഴിച്ച് അവളുടെ പാപ്പം വായിലേക്ക് വെച്ചു കൊടുത്ത് തുടയിൽ താളം കൊട്ടിക്കൊണ്ടിരുന്നു. ശ്രീയും വാതിൽ ചേർത്തടച്ച് ലച്ചുവിൻ്റെ അരികിൽ കിടന്ന് അവളെയും തുമ്പിമോളെയും ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് അവരോട് ഒട്ടിക്കിടന്നു. ലച്ചുവും തുമ്പിയുമായി അവൻ അരികിലേക്ക് പതുങ്ങി. അങ്ങനെ ലച്ചുവും ശ്രീയും അവരുടെ തുമ്പിമോളുമായി സന്തോഷമായി ജീവിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.